ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇന്ന് അനൗൺസ്മെൻറ്റ് ഉണ്ടാവുമെന്ന്. കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ ഞങ്ങളുടെ പ്രസിഡന്റ് മാറ്റുകയോ മാറ്റാതിരിക്കുകയോ നിലനിർത്തുകയോ ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വമെങ്കിൽ ഞങ്ങൾക്ക് എത്താം. കർണാടകത്തിൽ നിന്നൊരു പ്രസിഡന്റ് വന്നല്ലോ അവിടെ കേരളത്തിൽ, നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തില്ലല്ലോ. കോൺഗ്രസിന് മാത്രം ചർച്ച ചെയ്താൽ മതിയോ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇത്രയേ ഉള്ളൂ. പാർട്ടിയിൽ എന്തെങ്കിലും തീരുമാനം വന്നാൽ നിങ്ങളെ അറിയിക്കുന്ന സിസ്റ്റമുണ്ട് പാർട്ടിക്ക്, അതറിയിക്കും. അതല്ലാതെ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളാക്കി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം മറുപടി പറയാൻ ഞങ്ങൾ ആരും ബാധ്യസ്ഥരല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. രാഹുൽ ഗാന്ധി എല്ലാ ദിവസവും കാണുന്നതല്ലേ, അത് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാനാണോ? ആ വിഷയം ചർച്ച ചെയ്യാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞങ്ങൾ ഗുജറാത്ത് സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, അവിടുത്തെ DCC പ്രസിഡന്റുമാരുടെ നിയമനം ആവാനായിട്ടുണ്ട്, മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. കേരള കാര്യത്തിൽ തീരുമാനമായാൽ ഉടൻ തന്നെ നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ, അല്ല നിലവിലുള്ള സ്ഥിതി അത് തുടരുന്നെങ്കിൽ അത് അറിയിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പറയുന്നതിനെല്ലാം മറുപടി എന്നിൽ നിന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ അങ്ങനെയുള്ള ആളല്ല. പാർട്ടി എന്ന് പറയുന്നത് സിസ്റ്റമുണ്ട്, ആ സിസ്റ്റത്തിനനുസരിച്ച് പാർട്ടി പോവുള്ളൂ. പാർട്ടിയുടെ സിസ്റ്റം വളരെ ക്ലിയറാണ്, ആ സിസ്റ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഒരു തീരുമാനം എടുക്കാത്ത കാര്യം ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ആര് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു? കോൺഗ്രസ് പാർട്ടി പറഞ്ഞോ നിങ്ങളോട് തിങ്കളാഴ്ച പുതിയ തീരുമാനം വരുമെന്ന്? പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയ വാർത്തയല്ലേ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു, റോബർട്ട് ഭദ്ര ചിലർക്ക് വേണ്ടി നിൽക്കുന്നു. എന്തൊരു അസംബന്ധമാണ് ഇതൊക്കെ. ഈ പാർട്ടിയുടെ കാര്യങ്ങളിൽ 1% പോലും ഇടപെടാത്ത ആളുകളെ വലിച്ചു കഴിച്ച് ഇത് കൊണ്ടുവരികയാണ്. പ്രിയങ്ക ഗാന്ധി ഇടപെടുന്നു. ഇന്ന് വരെ പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ ഒരു ചെറിയ കാര്യത്തിൽ പോലും സംഘടനാ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് വാർത്ത കിട്ടുന്നത്? നിങ്ങൾ അതെങ്കിലും ഷെയർ ചെയ്യും. നിങ്ങളോട് പറയുന്നത് ആരാണ്? ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാമല്ലോ. ഇത്ര വാസ്തവവിരുദ്ധമായ വാർത്തകൾ കൊടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾ മറ്റു പാർട്ടികളെ പോലെ നിങ്ങളെ അധിക്ഷേപിക്കുന്നവരല്ല. മറ്റു പാർട്ടികളെ പോലെ നിങ്ങളോട് കടക്ക് പുറത്തൊന്നും ഞങ്ങൾ പറയാറില്ല. മാധ്യമങ്ങളോട് വളരെ ബഹുമാനമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന മാധ്യമ വിചാരണ കോൺഗ്രസ് പാർട്ടിയിൽ ശരിയല്ല. മറ്റു പാർട്ടികളിലും പ്രസിഡന്റുമാർ വന്നിരുന്നു, അവിടെ മാറ്റം ഉണ്ടായിരുന്നു, ചർച്ചകളുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെയല്ല ഇത് കൈകാര്യം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, മാറ്റം ഉണ്ടാവുമെന്ന് പറയണമെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോൾ പറയുന്നേ. മാറ്റം ഉണ്ടെങ്കിൽ പറയും. ഇപ്പം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളൊന്നും. ഞങ്ങൾ ആലോചിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും കണ്ടതിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ചർച്ചകൾ പറയുന്നത്? നേതാക്കന്മാർ കാണുമ്പോൾ ചർച്ച ചെയ്യൂലേ? ഞങ്ങളെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് എന്തോ ഈ കാര്യത്തിന് വേണ്ടി മാത്രമാണോ? അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം പാർട്ടിക്ക് തരിക. ലീഡർഷിപ്പുണ്ട്, വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ അറിയാം ഞങ്ങൾക്ക്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു അക്കാര്യത്തിൽ. ഞാൻ പറഞ്ഞതല്ലോ നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഞാനൊന്നും നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ മാത്രം കുറ്റം പറയില്ല. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ സോഴ്സസ് കിട്ടുന്നുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. പക്ഷേ ആ സോഴ്സ് ഒന്നും ശരിയായ സോഴ്സ് അല്ല എന്നിപ്പോൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊന്നും ശരിയായ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. എങ്ങനെ ആശയക്കുഴപ്പം നിങ്ങൾ ഉണ്ടാക്കിയല്ലോ സുനിലെ? ആശയക്കുഴപ്പം ആരാ ഉണ്ടാക്കിയത്? കോൺഗ്രസ് പ്രസിഡന്റിനെയും രാഹുൽ ഗാന്ധിയെയും കെ സുധാകരൻ കണ്ടുപോയപ്പോൾ തുടങ്ങി മാറ്റാൻ പോകുന്നു. നിങ്ങൾ അറിഞ്ഞോ അവിടെ എന്താകത്ത് നടന്ന ചർച്ച എന്താണെന്ന് അറിഞ്ഞോ? ആ ചർച്ച അറിയാതെ നിങ്ങൾ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കും. ഞങ്ങളെ പാർട്ടിയിൽ മാത്രമേ നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ പാവങ്ങളൊന്നും പറയില്ലല്ലോ മാധ്യമങ്ങളോട്. എന്തും പറയാലോ ഞങ്ങളെക്കുറിച്ച്. ഞാനതാ ചോദിച്ചത്. ഏത് എല്ലാ ആഴ്ചയിലും രാവിലെയും വൈകുന്നേരം വിളിച്ചിട്ട് ഇത് മാറ്റുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യം നിങ്ങൾ അടുത്ത ദിവസം വേറൊന്നുണ്ടാക്കും. നിങ്ങൾ മനസ്സിലാക്കട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തീരുമാനമെടുക്കാൻ എപ്പോഴാണോ തീരുമാനമെടുക്കേണ്ടത് ആ എടുക്കേണ്ട സമയത്ത് പാർട്ടി ലീഡർഷിപ്പിന് അറിയാം. ഇന്ന് ഞാൻ പറയാൻ കാരണം തിങ്കളാഴ്ച നിങ്ങളിപ്പോൾ എല്ലാം ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്, തിങ്കളാഴ്ച തീരുമാനം എടുക്കും. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളാരോടും പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരോടും പ്രഖ്യാപിച്ചില്ല. അങ്ങനെ ഒരു മീറ്റിംഗ് ഒന്നുമില്ല തീരുമാനം എടുക്കാനുള്ള. ഇതല്ല, പാർട്ടിയെ വലിച്ചിഴക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യകരമാണത്. എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് അതിനുള്ളൊരു സ്പേസ് തരണം. ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പിൻ്റെ കാര്യങ്ങൾ ചർച്ച നടത്താനോ തീരുമാനിക്കാനോ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സ്പേസാണ്.
ഈ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടെങ്കിൽ തന്നെ ഹൈക്കമാൻഡ്. ഞാൻ സുധാകരൻ പറഞ്ഞതിന് മറുപടി പറയാനല്ല ഇപ്പം നിങ്ങളെ കണ്ടത്. നിങ്ങൾക്കിപ്പം എന്നിൽ നിന്ന് കിട്ടേണ്ട വാർത്ത KPCC ഇന്ന് മാറുമെന്നല്ലേ നിങ്ങൾക്ക് മാറ്റേണ്ടത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓൾ റൈറ്റ്, താങ്ക് യു.